പ്ലസ് ടു മെയിൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള IPSCയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് CRPCയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ദീർഘിപ്പിക്കാതെ ക്ലാസ്സിലേക്ക് തന്നെ കടന്നാലോ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിർവചനങ്ങൾ കൊടുത്തിരിക്കുന്നത് CRPCയിൽ എവിടെയാണെന്നാണ് ചോദ്യം. എന്താണ് നിർവചനങ്ങൾ? ഓക്കെ, ഡെഫിനിഷൻസ് അല്ലെങ്കിൽ നിർവചനങ്ങളെക്കുറിച്ച് പറയുന്നത് CRPCയിൽ എവിടെയാണ്? CRPCയിലെ സെക്ഷൻ 2-നകത്താണ് എന്ത് ചെയ്യുന്നത്? നിർവചനങ്ങളെക്കുറിച്ച് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ CRPCയിലെ നിർവചനങ്ങളെക്കുറിച്ച് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 2-നകത്താണ് എന്ത് ചെയ്യുന്നത്? നിർവചനങ്ങളെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം CRPC 2A എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? എന്താണ് CRPC 2A എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ജാമ്യം അനുവദിക്കേണ്ട കുറ്റങ്ങളെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? CRPC 2Aക്കകത്ത് പറയുന്നത്. CRPC 2Aയിൽ എന്താണ്? ജാമ്യം അനുവദിക്കേണ്ട കുറ്റങ്ങളെക്കുറിച്ചാണ് CRPC 2Aക്കകത്ത് പറയുന്നത്. എന്നാൽ നിർവചനങ്ങളെക്കുറിച്ച് പറയുന്ന CRPC ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് CRPCയിലെ സെക്ഷൻ 2 അറിഞ്ഞിരിക്കുക. CRPCയിലെ സെക്ഷൻ 2 നിർവചനങ്ങൾ 2A എന്ന് പറയുന്നത് എന്താണ്? ജാമ്യം അനുവദിക്കേണ്ട കുറ്റങ്ങൾ അല്ലെങ്കിൽ ബെയിലബിൾ ഒഫൻസിനെ കുറിച്ചാണ് കേട്ടോ. അടുത്ത CRPCയിലെ സെക്ഷൻ 2C എന്തിനെക്കുറിച്ചാണെന്ന്. ഓക്കെ, അപ്പോൾ C എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട എന്താണ്? കൊഗ്നിസിബിൾ ആണ് C എന്ന് പറയുന്നത്. തെറ്റിക്കത്തില്ലല്ലോ, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എന്താണ് കൊഗ്നിസിബിൾ കുറ്റം എന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസർക്ക് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് എന്ത്? കൊഗ്നിസിബിൾ കുറ്റങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ CRPC 2C എന്തിനെക്കുറിച്ച് പറയുന്നു? കൊഗ്നിസിബിൾ കുറ്റങ്ങളെക്കുറിച്ച് പറയുന്നതാണ് CRPC 2C എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. CRPC 2H എന്തിനെക്കുറിച്ചാണെന്നാണ്. ഓക്കെ, അപ്പോൾ CRPC 2H പറയുന്നത് അന്വേഷണങ്ങളെക്കുറിച്ചാണ് കേട്ടോ. അന്വേഷണം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് പറയുന്നതാണ് CRPCയിലെ 2H. അപ്പോൾ എന്താണ് CRPCയിലെ 2H? ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, അന്വേഷണത്തെക്കുറിച്ച് പറയുന്നതാണ് CRPCയിലെ 2H എന്ന് പറയുന്നത്. CRPCയിലെ 2I എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? നീതിന്യായ നടപടികളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? CRPC 2I പറയുന്നത്. CRPC 2H എന്താണ് പറയുന്നത്? അന്വേഷണത്തെക്കുറിച്ചാണ്. CRPC 2I പറയുന്നത് എന്താണ്? നീതിന്യായ നടപടികളെ കുറിച്ചാണ് CRPC 2I പറയുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് എന്താണ് CRPCയിലെ സെക്ഷൻ 2N? ഓക്കെ, അപ്പോൾ നമ്മൾ CRPCയിലെ കുറച്ച് അധികം സെക്ഷൻസ് നമ്മൾ ഓർത്തിരിക്കണം. A പറയുന്നത് ബെയിലബിൾ ഒഫൻസിനെ കുറിച്ചാണ്, C പറയുന്നത് കൊഗ്നിസിബിൾ കുറ്റങ്ങളെക്കുറിച്ചാണ്, H പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അന്വേഷണം, I പറയുന്നത് നീതിന്യായ നടപടികളെ കുറിച്ചാണ്. എന്നാൽ N പറയുന്നത് എന്താണ്? കുറ്റത്തെക്കുറിച്ചാണ്. വാട്ട് ഈസ് എ ക്രൈം അല്ലെങ്കിൽ എന്താണ് കുറ്റമെന്ന് പറയുന്നതും കുറ്റത്തിൻ്റെ നിർവചനങ്ങളെക്കുറിച്ച് പറയുന്നതും എന്തിലാണ്? CRPCയിലെ സെക്ഷൻ 2Nലാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം CRPC 2W എന്താണ് പറയുന്നതാണ്. ഓക്കെ, സമൻസ് കേസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് CRPC 2W. സമൻസ് കേസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് CRPC 2W എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ CRPC 2N കുറ്റമാണ്, സമൻസ് കേസുകളെ കുറിച്ച് പറയുന്നത് CRPC 2W ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് എന്താണ് വാറണ്ട് കേസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കാര്യമാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. മരണശിക്ഷയോ ജീവപര്യന്ത തടവ് ശിക്ഷയോ 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷയോ നൽകി ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റം സംബന്ധിച്ച കേസാണെന്തെന്ന് പറയുന്നത് CRPC 2X എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് CRPC 2X എന്ന് പറയുന്നത്? മരണശിക്ഷയോ ജീവപര്യന്ത തടവ് ശിക്ഷയോ 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷയോ നൽകി ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റത്തെ സംബന്ധിച്ചുള്ള കേസിനെയാണ് എന്തെന്ന് പറയുന്നത്? CRPC സെക്ഷൻ 2Xനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പറയുന്നത് എന്താണ്? വാറണ്ട് കേസുകളെ കുറിച്ചാണ്. അപ്പോൾ CRPC 2X എന്ന് കേട്ടാൽ നമ്മൾ എന്താണ് ഓർമ്മ വരേണ്ടത്? വാറണ്ട് കേസുകളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? CRPC 2Xനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ CRPC 2X എന്താണ് പറയുന്നത്? വാറണ്ട് കേസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് CRPC 2X. ഈ വാറണ്ട് കേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ നൽകി ശിക്ഷിക്കുന്ന കുറ്റമോ മരണശിക്ഷയോ ജീവപര്യന്ത തടവ് ശിക്ഷയോ ഒക്കെ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? വാറണ്ട് കേസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? CRPC 2A എന്ന് പറയുന്നത് എന്താണ്? ജാമ്യം അനുവദിക്കേണ്ട കുറ്റങ്ങളാണ്. 2C എന്ന് പറയുന്നത് എന്താണ്? കൊഗ്നിസിബിൾ കുറ്റങ്ങളാണ്. H എന്ന് പറയുന്നത് അന്വേഷണമാണ്. I എന്ന് പറയുന്നത് നീതിന്യായ നടപടിയാണ്. N എന്ന് പറയുന്ന കുറ്റമാണ്. W എന്ന് പറയുന്ന സമൻസ് കേസുകളാണ്. X എന്ന് പറയുന്നത് എന്താണ്? വാറണ്ട് കേസുകളാണെന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോഴായിട്ട് പഠിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. CRPCയിലെ സെക്ഷൻ 4 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഓക്കെ, CRPCയിലെ സെക്ഷൻ 4 എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ സംഹിതയ്ക്കും മറ്റ് നിയമങ്ങൾക്കും കീഴിലുള്ള കുറ്റങ്ങളുടെ വിചാരണയെക്കുറിച്ച് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? CRPCയിലെ സെക്ഷൻ 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമ സംഹിതയ്ക്കും മറ്റ് നിയമങ്ങൾക്കും കീഴിലുള്ള കുറ്റങ്ങളുടെ വിചാരണയെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? CRPC സെക്ഷൻ 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ CRPC സെക്ഷൻ 4-നകത്ത് എന്താണ് പറയുന്നത്? കുറ്റങ്ങളുടെ വിചാരണയെ പ്രതിപാദിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? CRPCയിലെ സെക്ഷൻ 4. CRPCയിലെ സെക്ഷൻ 4 എന്താണ്? കുറ്റങ്ങളുടെ വിചാരണയെക്കുറിച്ച് പറയുന്നതാണ് CRPCയിലെ സെക്ഷൻ 4.
പോലീസിന് എപ്പോൾ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാമെന്ന് പ്രതിപാദിക്കുന്ന CRPCയിലെ വകുപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ CRPCയിലെ സെക്ഷൻ 41 CRPCയിലെ സെക്ഷൻ 41 പോലീസിന് അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് അല്ലെങ്കിൽ വാറണ്ട് ഇല്ലാതെ എപ്പോഴൊക്കെ പോലീസിന് അറസ്റ്റ് ചെയ്യാമെന്ന് പ്രതിപാദിക്കുന്ന CRPCയിലെ സെക്ഷനാണ് CRPCയിലെ സെക്ഷൻ 41. പോലീസിന് എപ്പോഴൊക്കെ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാമെന്ന് പ്രതിപാദിക്കുന്ന CRPCയിലെ സെക്ഷനാണ് CRPCയിലെ സെക്ഷൻ 41 എന്നറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ഒരു കൊഗ്നിസിബിൾ കുറ്റം ചെയ്തതായി ന്യായമായി പരാതി ലഭിക്കുകയോ സംശയം നിലനിൽക്കുകയോ ചെയ്യുന്ന ഒരാൾക്ക് പോലീസ് ഉദ്യോഗസ്ഥന് മുൻപാകെയോ അല്ലെങ്കിൽ ആ നോട്ടീസിൽ പ്രത്യേകം പറഞ്ഞിരിക്കാവുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു നോട്ടീസ് അയക്കുന്നത് CRPCയിലെ സെക്ഷൻ ഏത് പ്രകാരമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 41A പ്രകാരമാണെന്ന് അറിഞ്ഞിരിക്കുക. 41A സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പോലീസ് എന്ത് ചെയ്യാണ്, നോട്ടീസ് അയക്കുകയാണ്. ഓക്കെ, പോലീസ് നോട്ടീസ് അയക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വകുപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് CRPCയിലെ സെക്ഷൻ 41A ആണ്. CRPCയിലെ സെക്ഷൻ 41A അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, പോലീസ് നോട്ടീസ് അയക്കുന്നത്. 41 എന്താണ് പറയുന്നത്, അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് അല്ലെങ്കിൽ വാറണ്ട് ഇല്ലാത്ത അറസ്റ്റാണ് 41 പറയുന്നത്. 41A പറയുന്നത് എന്താണ്, പോലീസ് നോട്ടീസ് അയക്കുന്നതാണ് എന്ത് പറയുന്നത്, 41A പറയുന്നത്. എന്നാൽ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ് 41B എന്നാണ്. ശ്രദ്ധിച്ചോളൂ, അറസ്റ്റിൻ്റെ നടപടിക്രമങ്ങളും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യങ്ങളും രേഖപ്പെടുത്തുന്ന CRPC ആണ് CRPC സെക്ഷൻ 41B. അപ്പോൾ എന്താണ് CRPC സെക്ഷൻ 41B എന്ന് പറയുന്നത്, അറസ്റ്റിൻ്റെ നടപടിക്രമവും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യങ്ങളെയും കുറിച്ച് രേഖപ്പെടുത്തുന്ന CRPCയിലെ വകുപ്പാണ് 41B എന്ന് പറയുന്ന അറസ്റ്റിൻ്റെ നടപടിക്രമവും അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യങ്ങളും രേഖപ്പെടുത്തുന്ന CRPCയിലെ വകുപ്പാണ് 41B. ഏതെങ്കിലും ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അഭിഭാഷകനെ കാണാൻ അയാൾക്കുള്ള അവകാശം CRPCയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് ചോദ്യം. എന്താണ്, ഏതെങ്കിലും ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, അറസ്റ്റ് ചെയ്ത ശേഷം അയാൾക്ക് എന്ത് ചെയ്യാണ്, അഡ്വക്കേറ്റിനെ കൂടെ കൂട്ടാനോ അല്ലെങ്കിൽ അഭിഭാഷകനെ കാണാൻ അയാൾക്ക് അവകാശമുള്ളത് CRPCയിലെ ഏത് വകുപ്പ് പ്രകാരമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏത് വകുപ്പ് പ്രകാരമാണ്, CRPCയിലെ സെക്ഷൻ 41D ആണെന്ന് അറിഞ്ഞിരിക്കുക. CRPCയിലെ സെക്ഷൻ 41D പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ താൻ തിരഞ്ഞെടുത്ത ഒരു അഭിഭാഷകനെ കാണാൻ അയാൾക്ക് അവകാശമുള്ളത് CRPCയിലെ സെക്ഷൻ 41D ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് വളരെ കുറച്ച് കാര്യങ്ങളാണ് CRPCയുമായിട്ട് ബന്ധപ്പെടുത്തി. ഇനിയും തുടർന്നായിട്ടുള്ള ബാക്കിയുള്ള CRPCയുടെ ബാക്കി ക്ലാസ്സുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫലപ്രദമാണെന്ന് തോന്നിയാൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൻ വീഡിയോ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.